എൻ്റെ പേര് സുധാകരൻ. ഞാൻ യൂണിക് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്നൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു. ഈ സ്ഥാപനം വരുന്നത് നമ്മുടെ മനശ്ശേരി പോസ്റ്റില് തൃക്കങ്ങോട് എന്ന പ്രദേശത്താണ്. കന്യാകുമരത്ത് നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ട് ജേക്കബ് നഗർ വഴി തൃക്കങ്ങോട് അമ്പലം റോഡ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥാപനമാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഗേറ്റ് ഗ്രില്ല്, റൂഫിംഗ് വർക്കുകൾ, അത് ഓടിന്റെ വർക്കും ചെയ്യുന്നുണ്ട്, ഷീറ്റിന്റെ വർക്കും ചെയ്യുന്നുണ്ട്, ഇരുമ്പിന്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 8 വർഷമായി. അതിന്റെ മുമ്പ് ഞാൻ വിവിധ സ്ഥാപനങ്ങളിൽ വർക്കിന് പോകാറായിരുന്നു. ഇപ്പോ നമ്മുടെ മേഖലയില് നല്ല കോമ്പറ്റീഷൻ വർക്കാണ്. ഇത് റേറ്റിന്റെ പ്രശ്നമാണ് മെയിനായിട്ട് വരുന്നത്. ചിലവർക്ക് വർക്ക് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ അത്ര റേറ്റ് ഉണ്ടാവില്ല. ചിലവര് റേറ്റ് പ്രശ്നമില്ല, വർക്ക് നന്നാവണമെന്നുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് കസ്റ്റമർ താല്പര്യപ്പെടുന്ന വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് എന്തായാലും നമ്മളൊരു ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ശരിക്ക് ഞാൻ ഈ വർക്ക് പഠിക്കാൻ പോകുന്ന സമയത്തുള്ള മെറ്റീരിയൽസ് അല്ല ഇപ്പൊ ഉപയോഗിക്കണതെന്ന് പറഞ്ഞാൽ പറയാം. അന്നൊക്കെ അധികം ആംഗ്ലറിന്റെയും ഫ്ലാറ്റ് റോഡിന്റെയും വർക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ GI പൈപ്പ്, റൗണ്ട് പൈപ്പിന്റെ വർക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കാലാനുസൃതമായിട്ട് മാറ്റം വന്നു. ഇപ്പൊ അധികം റെക്ട് ട്യൂബിന്റെ വർക്കുകളാണ് വരുന്നത്. നമുക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ ചിലപ്പോൾ ഇതാണ് എളുപ്പം. പഴയ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് പഴയ വർക്കാണ്. അന്ന് നമ്മള് ആംഗ്ലറും ഫ്ലാറ്റൊക്കെ എടുത്ത് ബെൻഡ് അടിച്ചിട്ട് ബെൻഡ് നൂർത്തണം. ഡിസൈൻ വർക്കാണ് അധികം. ഡിസൈൻ വർക്ക് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ നല്ല വർക്കുകളുണ്ട്. പണ്ടൊക്കെ വർക്ക് വളരെ കമ്മിയാണ് എന്ന് തന്നെ പറയാം. വെച്ചാൽ ഒരു പ്രദേശത്തിന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും. ഇപ്പൊ അതിനെ സംബന്ധിച്ചിട്ട് ഇഷ്ടംപോലെ വർക്കുകളുണ്ട്. വർക്ക് ശരിയായ സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ലുള്ളത്. വർക്കേഴ്സിന്റെ പ്രശ്നം എല്ലാം കാരണം ഇപ്പൊ വർക്ക് നല്ല വരുന്നുണ്ട്. പിന്നെ നമ്മള് ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ അപ്ഡേറ്റ് ആവണം. അങ്ങനത്തെ ഇതിലാണ് നല്ല ജോലി സാധ്യതയുള്ള സംഭവം തന്നെയാണ്. ഞങ്ങള് ഒറ്റപ്പാലം, ചെർപ്പളശ്ശേരി, പട്ടാമ്പി, ഷൊർണൂര്, ദേശമംഗലം, കൂറ്റനാട്, പെരിന്തൽമണ്ണ, അങ്ങനെ ഒരുവിധം ഒരു 40 കിലോമീറ്ററിന്റെ ചുറ്റളവില് വർക്ക് എടുക്കലുണ്ട്. ആദ്യം നമ്മുടെ ഒരു കസ്റ്റമർ വന്നിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയിട്ട് അതിന്റെ മെഷർമെന്റ് കാര്യങ്ങൾ എടുക്കും. എന്നിട്ട് നമ്മൾ അവരേക്ക് ചോദിക്കും, നിങ്ങൾ എന്താണ് റൂഫാണെങ്കിൽ റൂഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓടാണോ അതോ ഷീറ്റാണോ? ഷീറ്റിന് ഒരുപാട് മാറ്റമുണ്ട്. ഇത് GI ഷീറ്റ് ഉണ്ട്, അലുമിനിയം ഷീറ്റ് ഉണ്ട്, ആസ്പെറ്റോസ് ഷീറ്റ് ഉണ്ട്. ആസ്പെറ്റോസ് ഷീറ്റ് ഒന്നും ഇപ്പൊ അധികം അങ്ങനെ ഉപയോഗിക്കലില്ല. അങ്ങനെ ചിലവർ അതും നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പൊ അവര് നമ്മൾ പറഞ്ഞിട്ട് ചിലവര് പറയും, ഞങ്ങൾ മെറ്റീരിയൽസ് എടുത്തുതരാം, നിങ്ങൾക്ക് ലേബറിന് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മൾ ആ ലേബർ റേറ്റ് പറയും. അപ്പൊ അവര് കൺവീനിയൻസ് ആവുകയാണെങ്കിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ചിലര് പറയും നിങ്ങൾ മൊത്തം എടുത്ത് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്തൊക്കെ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്, അതിന്റെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. ചിലവർക്ക് ഇത് വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു 3D കണ്ടുവരും. അപ്പൊ നമ്മൾ അതിന്റെ അളവും മെഷർമെന്റും എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരുണ്ട്, അവരേത് കൊണ്ടുപോയിട്ട് അവരത് ഓട്ടോകാർഡിലിട്ടിട്ട് അതിന്റെ 3D സെറ്റപ്പ് നമുക്ക് അയച്ചുതരും. അത് നമ്മൾ അവരെ കൊണ്ടുപോയി കാണിക്കും. അപ്പൊ പിന്നെ അവർക്ക് വർക്ക് കഴിഞ്ഞ് ഇന്ന ഉണ്ടാവുന്ന ധാരണയായി. അപ്പൊ പിന്നെ നമുക്ക് സുഖമാണ്. പിന്നെ അവരൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ അന്ന് മാറ്റം വരുമ്പോൾ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. ഇപ്പൊ അധികം റൂഫിംഗ് വർക്ക്, പിന്നെ ഫാബ്രിക്കേഷൻ വർക്ക്, അതാണ് ഇപ്പൊ അധികം ഫോക്കസ് ചെയ്യുന്നത്. ഗേറ്റ്, ഗ്രില്ല്, പിന്നെ റൂഫിംഗ് വർക്ക്. ബാക്കിയുള്ളത് ഷട്ടർ വർക്ക് ആദ്യം ഞാൻ ചെയ്തായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ ഷട്ടർ വർക്ക് ഇത് മാത്രം ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത് കാരണം ആ മേഖലയിലേക്ക് നമ്മൾ ഇപ്പൊ തിരിയിലില്ല. എന്റെ ഒപ്പം ഒരു 6 പേര് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും കൂടെ വർക്ക് ചെയ്യും. അപ്പൊ അവർക്ക് വേണ്ട സപ്പോർട്ട് ചിലപ്പോൾ ചില സമയത്ത് ചില ആൾക്കാർ ലീവ് ആവും. അപ്പൊ നമ്മളത് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകും. ഫാമിലി, വൈഫ്, 2 മക്കള്, അവരുടെ നല്ല സപ്പോർട്ടിനാണ്. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിനൊക്കെ പോകും, വല്ലാണ്ട് ആക്റ്റീവ് അല്ല. കൈഫ്, കേരള അയൺ ഫാബ്രിക്കേറ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ, ഞങ്ങള് വാണിയംകുളം മേഖലയിൽ. അങ്ങനെ പരമാവധി നമുക്ക് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന മാതിരി ഒരു വർക്ക് എടുത്താലും വേണ്ട, വേറെ എന്തോ കാര്യങ്ങളും വേണ്ടില്ല. നമ്മളൊരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതില് ലാഭം നഷ്ടമല്ല. നമ്മൾ എടുത്ത വർക്ക് കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആണോ, അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യും. നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആരാ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോ സ്ഥാപനത്തിന്റെ പേര് പറയും, എന്റെ പേര് പറയും. അപ്പൊ പറഞ്ഞു അവൻ ചെയ്ത വർക്ക് നന്നായി അല്ലെങ്കിൽ മോശമായി. നന്നായി എന്നുള്ളത് നമ്മളല്ല, അവര് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് അറിയുമ്പോൾ അതിന്റെ ഇത് നമ്മളതാണ്. അങ്ങനെയാണ് വർക്ക് അധികം വരുന്നത്. നമ്മുടെ വർക്ക് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അന്വേഷിച്ചു വരുന്നതാണ്. ഒരു 3 സൈറ്റ് ഒന്നിച്ച് ഓടിച്ചുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനുള്ള സ്റ്റാഫുകളുണ്ട്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റെയർ കേസ് മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തില്ല. ഇപ്പൊ വെച്ചാൽ സ്ഥലപരിമിതി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇരുമ്പിന്റെ സ്റ്റെയർ അടിക്കുന്നുണ്ട്. അതിൽ നിന്നിട്ട് വുഡ് ഇട്ട് കവർ ചെയ്യും. ഗേറ്റിന് സ്ക്വയർ ഫീറ്റ് അല്ല, അത് നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഗേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ഗേറ്റ് വേണമെന്ന് പാർട്ടി പറയുകയാണെങ്കിൽ നമ്മൾ അവർക്ക് എത്രയാണ് അതിന്റെ മെഷർമെന്റ് എന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും 10 അടി അല്ലെങ്കിൽ 12 അടി, 4 അടി വരും അല്ലെങ്കിൽ 5 അടി വരും. അവരുടെ അളവ് പറയും. അപ്പൊ നമ്മൾ ഏതാണ് ഡിസൈൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെന്നുള്ളത് ചോദിക്കും.
അപ്പൊ നമ്മുടെ കാറ്റലോഗ് ഉണ്ട്, അത് കാണിച്ചു കൊടുക്കും. ചിലര് ഫോണിൽ അയച്ചു കൊടുത്ത് അത് നോക്കും, എന്നിട്ട് ഇന്നതേ പറയും. അപ്പൊ നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണോ അതിന്റെ കോസ്റ്റ് പ്ലസ് നമ്മുടെ ലേബർ കോസ്റ്റ് അങ്ങനെ കണക്കായിട്ടാണ് പറയാം. അതിനെ നമുക്ക് കിലോത്തിൽ കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ നോക്കിയിട്ടും പറയാം, സ്ക്വയർ ഫീറ്റിലാണെന്ന് വെച്ചാൽ അങ്ങനെയും പറയാം. അതുകൊണ്ട് ഗാർഡനിക്ക് ഊഞ്ഞാൽ ഉണ്ടാകലുണ്ട്, ഈ ഫ്ലവേഴ്സ് വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാകലുണ്ട്, എല്ലാം ഉണ്ടാക്കലുണ്ട്. അഡ്രസ് യൂണീക്ക് എഞ്ചിനീയറിംഗ് വർക്ക്സ്, തൃക്കങ്ങോട്, മഞ്ചേരി പോസ്റ്റാണ്, ഒറ്റപ്പാലം വഴി.